ഈ സെപ്റ്റംബർ 27-നാണ് കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് കരൂരിൽ വലിയ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. വിജയ് പങ്കെടുത്ത റാലിയിൽ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെടുകയും 41 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഉൾപ്പെടെ നടക്കുകയാണ്. വലിയ രീതിയിൽ വിജയുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുമോ എന്ന സംശയം ജനിപ്പിച്ച സംഭവം കൂടിയാണ്. അങ്ങനെ 41 മനുഷ്യർ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ തളർന്നു വീണ് മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടിയ വ്യക്തിയാണ് വിജയ്. വലിയ വിമർശനങ്ങൾ വിജയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ അവിടെ നിന്ന് വിജയ് തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് വരുന്നത്. ഇന്ന് TVKയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. TVKയുടെ ജനറൽ കൗൺസിൽ യോഗം ഇന്ന് നടന്നു. അവിടെ ആ വേദിയിലൂടെ വിജയ് ഒരു തിരിച്ചുവരവിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ജനറൽ കൗൺസിൽ യോഗത്തിൽ പൊതുവേദിയിലെത്തിയിരിക്കുന്നു വിജയ്. ഈ ജനറൽ കൗൺസിൽ 12 പ്രമേയങ്ങൾ പാസാക്കി. പലതും വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമെതിരായ അവരുടെ നയങ്ങൾക്കെതിരായ വിമർശനങ്ങൾ ഉൾപ്പെടുന്നവയായിരുന്നു. അങ്ങനെ 12 പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഈ വിജയിയെ ഉയർത്തിക്കാട്ടുന്നു TVK എന്നതാണ്. നേരത്തെ കരൂർ ദുരന്തത്തിന് ശേഷം ഇനി ഒറ്റയ്ക്ക് TVKയ്ക്ക് നിലനിൽപ്പില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള സഖ്യ സാധ്യതകൾ തേടുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. BJP NDA മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു TVK എന്ന വാർത്തയുണ്ടായിരുന്നു. AEADMK അവർക്കൊപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ സഖ്യ സാധ്യതകളൊക്കെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് TVKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി 2026-ൽ വിജയ് ആയിരിക്കുമെന്ന വലിയൊരു പ്രഖ്യാപനം TVKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മാത്രവുമല്ല, ഭാവിയിലുള്ള സഖ്യ സാധ്യതകൾ തേടുന്നതിനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ള അവകാശം TVK വിജയിയെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമ്പോൾ സഖ്യ നീക്കത്തിനുള്ള മറ്റു പാർട്ടികളുടെ ശ്രമങ്ങൾ അത് ഉണ്ടാകില്ല എന്ന് അടിവരയിടുക കൂടിയാണ് TVK ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിജയ് ഒരു വലിയ തിരിച്ചുവരവിൻ്റെ സാധ്യതകളും സൂചനകളും നൽകുകയാണ്. മാത്രവുമല്ല, നേരത്തെ പല റാലികളിലുമൊക്കെ കേന്ദ്ര സർക്കാരിനെ BJPയുടെ നയങ്ങളെയൊക്കെ വലിയ അതിരൂക്ഷമായി വിമർശിക്കുന്ന വിജയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണ് സഖ്യ സാധ്യതകൾ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള വലിയ വാർത്തകളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ ജനറൽ കൗൺസിലിൽ വീണ്ടും കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് TVKയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. അത് നമുക്ക് ഇപ്പോൾ കോയമ്പത്തൂരിൽ പെൺകുട്ടി ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ പരാജയമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം ഇറങ്ങുന്നു. ഒപ്പം തന്നെ SIR വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ എതിർത്തുകൊണ്ട് തങ്ങളുടേതായ ഒരു രാഷ്ട്രീയം ഉയർത്താനുള്ള, കെട്ടിപ്പടുക്കാനുള്ള ശ്രമം, അത് വലിയ ശക്തമായ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത കൂടിയാണ് വിജയ് തുറന്നിടുന്നത്. സഖ്യസാധ്യത പൂർണ്ണമായും തള്ളുകയാണ്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നു. ഒപ്പം തന്നെ ആ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ളൊരു നീക്കം കൂടിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. കരൂർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അതൊരു ഗൂഢാലോചനയാണ്, അപ്രതീക്ഷിതമായ അപകടമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം കൂടി ഈ യോഗത്തിൽ പാസാക്കുകയുണ്ടായി. നേരത്തെ തന്നെ വിജയ് ഒരു തരത്തിലും ഈ സഖ്യ സാധ്യതകൾ തേടില്ല എന്ന തരത്തിലുള്ള സൂചനകൾ പല കോണിൽ നിന്ന് വന്നിരുന്നു. കാരണം വിജയ്ക്ക് മുഖ്യമന്ത്രിയാവുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ വേണ്ടി വിജയ് അവർക്കൊപ്പം പോകില്ല എന്നത് പല കോണുകളിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യമാണ്. എന്തായാലും സമാനമായ നിലയിലേക്ക് തന്നെ TVK അവരുടെ രാഷ്ട്രീയ ഭാവിയെ വീണ്ടും പടുത്തുയർത്തുകയാണ്. കരൂർ ദുരന്തത്തിൽ നിന്നും ഏറ്റ തിരിച്ചടി, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയ് മുന്നോട്ട് പോകുമോ അതോ ഇനി ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവർ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന സൂചനകളാണ് ഇന്നത്തെ ജനറൽ കൗൺസിൽ യോഗം നൽകുന്നത്.